നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പ്രതിഫലനം UK-യിലുമെന്ന് റിപ്പോർട്ടുകൾ. വേക്ക്ഫീൽഡിൽ 18 വയസ്സുള്ള പാകിസ്ഥാനികൾ 11 വയസ്സുള്ള മലയാളി കുട്ടികളെ ക്രിക്കറ്റ് ബാറ്റുകൊണ്ട് കളിസ്ഥലത്ത് നിന്ന് ഓടിക്കാൻ ശ്രമിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു സംഭവത്തിൽ ഷോപ്പിംഗ് സെന്ററിൽ ഇന്ത്യക്കാരനെ പാകിസ്ഥാനികൾ മർദ്ദിച്ചു. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് കുട്ടികളെയും പെൺകുട്ടികളെയും ഒറ്റയ്ക്ക് പുറത്തുവിടുന്നതിന്റെ അപകട സാധ്യതകൾ എടുത്തു കാണിക്കുന്നു. അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാണ്. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി തുടങ്ങിയ 12 നഗരങ്ങളിൽ ആക്രമണം നടത്തി. ജമ്മുവിൽ അപായ സൈറൻ മുഴങ്ങി. കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ INS വിക്രാന്ത് ആക്രമണം നടത്തിയതായി സൂചന. UK-യും US-ഉം തമ്മിൽ ഒരു സുപ്രധാന വ്യാപാര കരാർ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്നാണ് ഈ കരാർ അവതരിപ്പിച്ചത്. ഈ കരാർ പ്രകാരം UK-യിൽ നിന്നുള്ള കാർ, സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്കുള്ള US താരിഫുകൾ കുറയ്ക്കും. 1,00,000 കാറുകൾക്കുള്ള താരിഫ് 27.5% നിന്ന് 10% കുറഞ്ഞു. സ്റ്റീലിനും അലൂമിനിയത്തിനും താരിഫ് പൂർണ്ണമായും നീക്കി. ഇതിനു പകരമായി UK US-ൽ നിന്നുള്ള ബീഫിനും എത്തനോളിനും താരിഫ് ഇളവ് നൽകി. ഈ കരാർ UK-യിലെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുമെന്ന് സ്റ്റാർമർ പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ 10% ആഗോള താരിഫ് ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ UK പൂർണ്ണമായി പ്രയോജനം നേടിയിട്ടില്ലെന്ന വിമർശനവുമുണ്ട്. കൺസർവേറ്റീവ് നേതാവ് കെമി ബഡ്നോക്ക് ഈ കരാറിനെ UK ദോഷകരമായി ചൂഷണം ചെയ്യപ്പെട്ടു. 1000 മെട്രിക് ടൺ ബീഫിനുള്ള താരിഫ് 20% നിന്ന് 0% കുറഞ്ഞുവെന്നും പറഞ്ഞു. എന്നാൽ UK കർഷകർക്ക് US ബീഫിന്റെ മത്സരം ആശങ്കയാണ്. ഈ കരാർ ഭാവിയിൽ സാങ്കേതിക സഹകരണത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വികലാംഗ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ കുറവുകൾ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് 42 ലേബർ എംപിമാർ. 42 ലേബർ എംപിമാർ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് കത്തെഴുതി വികലാംഗ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ കുറവുകൾ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചു. ഈ നിർദ്ദേശങ്ങൾ വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റുകൾ കർശനമാക്കുന്നതും അപ്രാപ്തരായവർക്കുള്ള യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്നതും ഉൾപ്പെടുന്നു. ഇത് വർഷം തോറും £5 ബില്യൺ ലാഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 7,00,000 ദരിദ്ര കുടുംബങ്ങളെ ഇത് ബാധിക്കുമെന്ന് DWP പ്രവചിക്കുന്നു. ഈ നടപടികൾ വികലാംഗർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. എംപിമാർ ഈ പദ്ധതികൾ £7 ബില്യൺ കുറവുണ്ടാക്കുമെന്നും 3 ദശലക്ഷം ദരിദ്രരെ ബാധിക്കുമെന്നും വാദിക്കുന്നു. കുറവുകൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ല, മറിച്ച് പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് കത്തിൽ പറയുന്നത്. വികലാംഗ സംഘടനകളുമായി സംവാദം നടത്തണമെന്നും തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും എംപിമാർ ആവശ്യപ്പെടുന്നു. ലേബർ സർക്കാർ ഈ പരിഷ്കാരങ്ങൾ തൊഴിൽ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണെന്ന് വാദിക്കുന്നു. എന്നാൽ എതിർപ്പ് ശക്തമാണ്. ജൂണിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇത് സ്റ്റാർമറിന്റെ ഏറ്റവും വലിയ വിമത നീക്കമായേക്കാം. ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റികളിൽ 3-ാം വർഷവും വരുമാനം കുറയുന്നതായി ഓഫീസ് ഫോർ സ്റ്റുഡൻസ് റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 21% കുറഞ്ഞത് ഈ പ്രതിസന്ധിക്ക് കാരണമാണ്. UK വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് പണപ്പെരുപ്പം മൂലം മൂല്യം കുറഞ്ഞതിനാൽ ഉയർന്ന ഫീസ് നൽകുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റികൾ ആശ്രയിച്ചിരുന്നു. എന്നാൽ കുടിയേറ്റ നിയന്ത്രണങ്ങളും വിസ നിയമങ്ങളും കർശനമാക്കിയത് വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറച്ചു. ബജറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ യൂണിവേഴ്സിറ്റികൾ കോഴ്സുകളും ജോലികളും വെട്ടിക്കുറച്ചു. 400 ദശലക്ഷം പൗണ്ട് മൂല്യമുള്ള ഭൂമിയും സ്വത്തും വിൽക്കുന്നു. 2027-28ഓടെ 3-2 യൂണിവേഴ്സിറ്റികളും നഷ്ടത്തിലാകുമെന്നാണ് OFS പ്രവചനം. 10,000 ജോലികൾ ഇതിനോടകം നഷ്ടപ്പെട്ടതായി യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് യൂണിയൻ പറയുന്നു. വിദേശ വിദ്യാർത്ഥികൾ പഠനശേഷം UK-യിൽ ജോലി ചെയ്യുന്നത് ഗുണകരമാണെന്ന് 51% ബ്രിട്ടീഷ് വോട്ടർമാരും വിശ്വസിക്കുന്നതായി ഒരു സർവേ കണ്ടെത്തി. സർക്കാർ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പറഞ്ഞു. UK-യിലെ റെക്കോർഡ് ഉയർന്ന കുടിയേറ്റ നിരക്ക് കുറയ്ക്കാൻ സർക്കാർ പുതിയ വിസ നിയന്ത്രണങ്ങൾ അവതരിപ്പിക്കുന്നു. എഞ്ചിനീയറിംഗ്, IT, ടെലികോം തുടങ്ങിയ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന കമ്പനികൾ UK തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിന്റെ തെളിവ് കാണിക്കണം. ഇതിൽ അപ്രന്റീസ്ഷിപ്പുകൾ വർദ്ധിപ്പിക്കൽ ഉൾപ്പെടുന്നു. ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർ ഉയർന്ന വൈദഗ്ധ്യമുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മുൻ ടോറി നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2023 ജൂണിൽ 7,28,000 കുടിയേറ്റം കുറഞ്ഞിരുന്നെങ്കിലും റിഫോം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയം സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. പാകിസ്ഥാൻ, നൈജീരിയ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. 10,000 അഭയാർത്ഥികൾ വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി വിസയിൽ എത്തി സർക്കാർ താമസ സൗകര്യങ്ങളിൽ കഴിയുന്നു.
ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കായി ഒരു ഡേറ്റാബേസ് നിർമ്മിക്കാൻ നാഷണൽ ക്രൈം ഏജൻസിയുമായി സഹകരിക്കുന്നു. എന്നാൽ ഇത് അന്യായമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ ആവശ്യപ്പെടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. കോ പൈലറ്റിന്റെ ആക്ഷൻ സ്ലിപ്പ് മൂലമാണ് 2024 ജൂൺ 28-ന് ഗ്യാറ്റ്വിക് വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എയർവേസിന് തീപിടിച്ചതെന്ന് റിപ്പോർട്ട്. 2024 ജൂൺ 28-ന് ഗ്യാറ്റ്വിക് വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എയർവേസിന്റെ BA2279 വിമാനം ടേക്ക് ഓഫിനിടെ തീപിടിച്ചിരുന്നു. കോ പൈലറ്റിന്റെ ആക്ഷൻ സ്ലിപ്പ് മൂലമാണ് അപകടം. ഇത് ടേക്ക് ഓഫ് റദ്ദാക്കലിന് കാരണമായി. 186 മൈൽ വേഗതയിൽ വിമാനം നിർത്തി. ബ്രേക്കുകൾ ചൂടായതിനാൽ വലത് ലാൻഡിംഗ് ഗിയറിൽ തീപിടിച്ചിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 347 യാത്രക്കാരും സുരക്ഷിതമായിരുന്നു. എന്നാൽ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. 16 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. 23 ഡിപ്പാർച്ചറുകൾ റദ്ദാക്കി. ഈ അപകടം എയർലൈനുകൾക്ക് ദശലക്ഷക്കണക്കിന് പൗണ്ടിന്റെ നഷ്ടമുണ്ടാക്കി. 6000 മണിക്കൂർ പറക്കൽ പരിചയമുള്ള പൈലറ്റിന് തന്റെ തെറ്റിന്റെ കാരണം വിശദീകരിക്കാനായില്ല. എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഇതിനെ ആക്ഷൻ സ്ലിപ്പ് എന്ന് വിശേഷിപ്പിച്ചു. ഇത് പതിവ് പ്രവർത്തനങ്ങളിൽ സംഭവിക്കാം. ബ്രിട്ടീഷ് എയർവേസ് യാത്രക്കാർക്ക് ക്ഷമാപണം നൽകി. സുരക്ഷയാണ് മുൻഗണനയെന്ന് വ്യക്തമാക്കി. യുകെയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ കോപ്പ് സൈബർ ആക്രമണത്തെ തുടർന്ന് ചില സ്റ്റോറുകളിൽ കാർഡ് പേയ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഉപഭോക്താക്കളോട് പണമടയ്ക്കാൻ നിർദ്ദേശിച്ചു. ഈ ആക്രമണം കോപ്പിന്റെ IT സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് നടന്നതാണ്. ഇത് ഡിജിറ്റൽ പേയ്മെന്റുകൾ തടസ്സപ്പെടുത്തി. ഹാക്കർമാർ അംഗങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, പേര്, കോൺടാക്റ്റ് വിശദാംശങ്ങൾ എന്നിവ ആക്സസ് ചെയ്തു. എന്നാൽ ബാങ്ക് വിശദാംശങ്ങളോ പാസ്വേഡുകളോ ചോർന്നിട്ടില്ല. സൈബർ ആക്രമണം തടയാൻ കോപ്പ് നടപടികൾ സ്വീകരിച്ചെങ്കിലും ഈ സംഭവം ഉപഭോക്താക്കളിൽ ആശങ്കയുണ്ടാക്കി. കോപ്പിന്റെ CEO ഷിരിൻ ഖൗറി ഹാക്ക് അംഗങ്ങളുടെ ഡേറ്റ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതായും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും പറഞ്ഞു. നാഷണൽ ക്രൈം ഏജൻസിയുമായും NCSCയുമായും സഹകരിച്ച് അന്വേഷണം നടക്കുന്നു. മാർക്സ് ആൻഡ് സ്പെൻസറിന്റെയും സമാനമായ ആക്രമണം നടന്നിരുന്നു. ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഡെപ്യൂട്ടി കമ്മീഷണർ സ്റ്റീഫൻ ബോർണർ ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് സാധാരണ ഷോപ്പിംഗ് തുടരാമെന്നും അവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാണെന്നും കോപ്പ് വ്യക്തമാക്കി. യോർക്ക്ഷയറിലെ ഹെക്മോൺവിക്കിലെ ന്യൂലാൻഡ്സ് ഹാൾ കെയർ ഹോമിൽ ഡിമെൻഷ്യ ബാധിതർക്കുള്ള പരിചരണം അപര്യാപ്തമെന്ന് കെയർ ക്വാളിറ്റി കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. 30 പേർക്ക് പരിചരണം നൽകുന്ന ഈ സ്ഥാപനം മോശം നേതൃത്വവും അപകടകരമായ രീതികളും മൂലം സ്പെഷ്യൽ മെഷേഴ്സിൽ ഉൾപ്പെടുത്തി. പലർക്കും ശരിയായ പോഷകാഹാരം ലഭിച്ചിട്ടില്ല എന്നും ചിലർക്ക് ഗണ്യമായ ശരീരഭാരം കുറഞ്ഞുവെന്നും മാത്രമല്ല മതിയായ ഭക്ഷണമോ ലഘുഭക്ഷണമോ നൽകിയിരുന്നില്ല എന്നും കണ്ടെത്തി. ഡോക്ടർമാരോ ഡയറ്റീഷ്യനോ റഫർ ചെയ്തിട്ടില്ല. ഇത് മരുന്നുകളുടെ മാനേജ്മെന്റ് അപകടകരമായിരുന്നു. ദുരുപയോഗ സാധ്യതകൾ അന്വേഷിച്ചില്ല. ശരീരത്തിലെ പാടുകളോ കണ്ണീർ പാടുകളോ വിശദീകരിക്കാതെ അവഗണിച്ചു. CQC ഡെപ്യൂട്ടി ഡയറക്ടർ ലിൻഡ ഹേസ്റ്റ് താമസക്കാർക്ക് അവർ അർഹിക്കുന്ന സുരക്ഷ ലഭിക്കുന്നില്ലെന്ന് വിമർശിച്ചു. മാനേജർ ഷോൺ ചൗധരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പറഞ്ഞു. തുടർച്ചയായ മെച്ചപ്പെടുത്തലിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് അവകാശപ്പെട്ടു. CQC ഈ ഹോമിനെ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. താമസക്കാർക്ക് സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ പരിചരണം ഉറപ്പാക്കണമെന്ന് CQC ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാർഡിഫ് ബേ റെയിൽവേ ലൈൻ സൗത്ത് വെയിൽസ് മെട്രോ പ്രോജക്റ്റിന്റെ ഭാഗമായി മെയ് 10 മുതൽ 25 വരെ 15 ദിവസത്തേക്ക് അടച്ചിടും. ഈ കാലയളവിൽ കാർഡിഫ് ക്വീൻ സ്ട്രീറ്റിനും കാർഡിഫ് ബേക്കും ഇടയിൽ ട്രെയിനുകൾ ഓടില്ല. പോണ്ടിപ്രിഡിൽ നിന്ന് കാർഡിഫ് ബേയിലേക്കുള്ള അരമണിക്കൂർ സർവീസും നിർത്തും. ബൂട്ടൗൺ നോർത്തിൽ പുതിയ 2 പ്ലാറ്റ്ഫോം സ്റ്റേഷനും കാർഡിഫ് ബേ സ്റ്റേഷന്റെ പുനർനിർമ്മാണവും നടക്കും. ലൈൻ വൈദ്യുതീകരിക്കും. ഇത് പുതിയ ഇലക്ട്രിക് ട്രെയിനുകളും കൂടുതൽ സർവീസുകളും അനുവദിക്കും. യാത്രക്കാർക്ക് കാർഡിഫ് ബസ് സർവീസുകൾ അധിക ചെലവില്ലാതെ ഉപയോഗിക്കാം. ചില റീപ്ലേസ്മെന്റ് ബസ്സുകൾ രാവിലെയും രാത്രിയും ഓടും. മെയ് 26 മുതൽ കാർഡിഫ് ബേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം ലോയിഡ് ജോർജ് അവന്യൂ വഴിയുള്ള പുതിയ പ്ലാറ്റ്ഫോം 2യിലേക്ക് മാറും. ട്രാൻസ്പോർട്ട് ഫോർ വെയിൽസിന്റെ ഡാൻ ടിപ്പർ ഈ പദ്ധതി പ്രദേശത്തെ പൊതുഗതാഗതത്തിന് വലിയ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞു. യാത്രക്കാർ യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കണമെന്ന് TFW നിർദ്ദേശിച്ചു. US കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് റോമൻ കത്തോലിക്ക സഭയുടെ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. 69കാരനായ പ്രവോസ്റ്റ് പോപ്പ് ലിയോ 14 എന്ന പേര് സ്വീകരിച്ചു. കോൺക്ലേവിന്റെ 2ാം ദിനത്തിൽ 267ാമത്തെ പാപ്പയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. US-ൽ നിന്നുള്ള ആദ്യ പോപ്പാണ്. 1955 ചിക്കാഗോയിൽ ജനിച്ച പ്രവോസ്റ്റ് 1977 വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി.
പുരോഹിതനാകാൻ തീരുമാനിച്ച അദ്ദേഹം ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിനിൽ ചേർന്നു. 1982 മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, 1987 കാനൻ ലോയിൽ ഡോക്ടറേറ്റും നേടി. 1985 മുതൽ പെറുവിൽ മിഷണറി, വികാരി, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2015 പെറുവിന്റെ പൗരത്വം സ്വീകരിച്ചു. 2023 കർദിനാളായി. ഡിക്കാസ്ട്രി ഫോർ ബിഷപ്സിന്റെ പ്രീഫെക്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പ് സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ അദ്ദേഹത്തിന്റെ ട്രംപിനെ പിന്തുണയ്ക്കുന്ന പഴയ ട്വീറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 4.5% നിന്ന് 4.25% കുറച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 25% ഇറക്കുമതി താരിഫ് നയങ്ങളെ തുടർന്നുള്ള വ്യാപാര യുദ്ധത്തിൽ UK സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനാണ് ഈ നടപടി. 2023 ഓഗസ്റ്റിന് ശേഷം 4ാമത്തെ തവണയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി ഈ കുറവ് പ്രവചിച്ചിരുന്നു. ഈ വർഷം വീണ്ടും കുറവുണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. ബാങ്കിന്റെ 9-അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 2 പേർ 0.5% കുറവിനും മറ്റ് 2 പേർ നിരക്ക് നിലനിർത്താനും വോട്ട് ചെയ്തു. എന്നാൽ 0.25% കുറവാണ് തീരുമാനിച്ചത്. 2026 വരെ പണപ്പെരുപ്പം 2% എന്ന ലക്ഷ്യത്തിന് മുകളിൽ തുടരുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് മുന്നറിയിപ്പ് നൽകി. ഇത് ഭാവിയിൽ പലിശ നിരക്ക് കുറവിനെ ബാധിച്ചേക്കാം. US-യുമായുള്ള ചർച്ചകളിലൂടെ UK വിദേശ കാറുകൾക്കും സ്റ്റീലിനും ഇളവുകൾ നേടാൻ ശ്രമിക്കുന്നു. ഈ നടപടി സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെങ്കിലും ദീർഘകാല ഫലങ്ങൾ വ്യക്തമല്ല. ഹീത്രൂ വിമാനത്താവളം മാർച്ച് 21 അടച്ചുപൂട്ടാൻ കാരണമായ സബ്സ്റ്റേഷൻ തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും അജ്ഞാതം. പടിഞ്ഞാറൻ ലണ്ടനിലെ ഹേസിൽ ഒരു ട്രാൻസ്ഫോമർ തകരാറുമായി ബന്ധപ്പെട്ടതാണെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ ഇടക്കാല റിപ്പോർട്ടിൽ വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല. ജൂൺ അവസാനത്തോടെ പൂർണ്ണ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തീപിടുത്തം 2,70,000-ലധികം യാത്രക്കാരുടെ യാത്രകളെ ബാധിച്ചു. വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തു. മെട്രോപൊളിറ്റൻ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗം സംഭവം അന്വേഷിച്ചെങ്കിലും ഭീകരതയുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തി. എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടു. 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ NESO-നോട് നിർദ്ദേശിച്ചു. വൈദ്യുതി തടസ്സവും വിമാനത്താവളം അടച്ചുപൂട്ടലും കൈകാര്യം ചെയ്ത രീതിയിൽ അധികൃതർ വിമർശനം നേരിട്ടു. യാത്രക്കാർക്ക് വലിയ അസൗകര്യമുണ്ടായി. വിമാനത്താവള മാനേജ്മെന്റിന്റെ പ്രതികരണം മതിയായില്ലെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.